ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റേറ്റ് ബാങ്കിലെ ഗ്രീൻ ചാനൽ കൗണ്ടറിലുള്ള മിനി ATM-ലൂടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ മിനി ATM-ലൂടെ ATM കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ക്യാഷ് വിഡ്രോവല്, ക്യാഷ് ഡെപ്പോസിറ്റ്, ATM കാർഡ് ആക്ടിവേഷൻ പോലുള്ള എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ മിനി ATM-ലൂടെ എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് SBIയിലെ ഗ്രീൻ ചാനൽ കൗണ്ടറിലുള്ള മിനി ATM. ഇതിനെ മൈക്രോ ATM അല്ലെങ്കിൽ സ്വൈപ്പിംഗ് മെഷീൻ എന്നും പറയാറുണ്ട്. ഈ മെഷീനിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ക്യാഷ് വിഡ്രോവൽ വീഡിയോയിലും അതേപോലെ ഡെപ്പോസിറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അപ്പോൾ ആ കീപാഡിൻ്റെ താഴെയായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിലേക്കാണ് നമ്മുടെ കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മുടെ കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ആ ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. അതിനകത്തേക്ക് കാർഡ് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് പകുതി ഭാഗം മാത്രമേ അകത്തേക്ക് കയറുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം കയറുമ്പോൾ തന്നെ അത് അറ്റം വരെ എത്തും. അങ്ങനെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ ഇതുപോലെ ഓപ്ഷനുകൾ വരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ കാണാം. അതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പം നമ്പർ 3 ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യാനായിട്ട് കീപാഡിലെ നമ്പർ 3 നമുക്ക് പ്രസ് ചെയ്താലും അത് സെലക്ട് ആവുന്നതാണ്. ഇനി അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഒരു 4 ബട്ടണുകൾ കാണുന്നില്ലേ, അതിലെ മൂന്നാമത്തെ ഈ ബട്ടണിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ സ്ക്രീന് മുകളിലേക്ക് സ്ക്രോൾ ആവുന്നതാണ്. ഇപ്പം ഞാൻ 2 തവണ ആ ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ തന്നെ സ്ക്രീനിൽ ആ ഫണ്ട് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ സെലക്ട് ആയി കഴിഞ്ഞു. അങ്ങനെ സ്ക്രീനിൽ ഏതൊരു ഓപ്ഷനും സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കീപാഡിലുള്ള പച്ച ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടും അടുത്ത സ്ക്രീൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഓരോ ഓപ്ഷനുകളുടെയും നമ്പർ എത്രയാണോ സ്ക്രീനിൽ കാണിക്കുന്നത് ആ നമ്പർ കീപാഡിൽ നമ്മൾ പ്രസ് ചെയ്താലും ആ ഓപ്ഷൻ സെലക്ട് ആവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ആയതുകൊണ്ട് ഞാനിപ്പോൾ ആ ഗ്രീൻ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തപ്പോൾ അടുത്തതായിട്ട് എൻ്റർ അക്കൗണ്ട് നമ്പർ എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇൻസർട്ട് ചെയ്ത ATM കാർഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ SBIയുടെ അക്കൗണ്ട് നമ്പർ അല്ല ഇപ്പം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ആർക്കാണോ ക്യാഷ് അയക്കാൻ പോകുന്നത് അവരുടെ SBIയുടെ പാസ്ബുക്കിലുള്ള അവരുടെ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, SBIയിലുള്ള ഈ മെഷീനിലൂടെ SBIയുടെ ATM കാർഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ SBIയുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് SBIയുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് മറ്റു ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ ആർക്കാണോ ക്യാഷ് അയക്കാൻ പോകുന്നത് അവരുടെ SBIയുടെ പാസ്ബുക്കിലുള്ള ആ 11 അക്ക അക്കൗണ്ട് നമ്പർ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോഴാണ് അത് സെലക്ട് ആവുക. അങ്ങനെ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ, അതായത് അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. പക്ഷേ ഈ സ്ക്രീനിൽ അവരുടെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ ATM കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആളുടെ പേരും വിവരങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഈ GCC കൗണ്ടറിൽ ഇരിക്കുന്ന ആ ഓഫീസറോട് നമ്മൾ ചോദിച്ചാൽ അവരുടെ കമ്പ്യൂട്ടറിൽ അത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അവർ പറയുന്നതാണ്. അപ്പോൾ ഇത് നോക്കി നമ്മൾ അത് കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ അത് കൺഫേം ചെയ്യാനായിട്ട് പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ അയക്കേണ്ട ക്യാഷ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, ഈ മെഷീനിലൂടെ നമുക്ക് ഒരു ദിവസം 40,000 രൂപ വരെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ആർക്കാണോ ക്യാഷ് അയക്കുന്നത് അവർക്ക് 40,000 രൂപ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ അത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പകരം 1000 രൂപയാണ് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കീപാഡിലെ നമ്പറുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് 1000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ 1000 എന്ന് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ 1000 എന്ന് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ ഞാനിവിടെ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് അഥവാ ആ 4 അക്ക പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ആ പാസ്വേഡ് അഥവാ ആ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ATM കാർഡിൻ്റെ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ മെഷീനിൻ്റെ സ്ക്രീനിൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആ മെഷീനിൻ്റെ ഈ ഭാഗത്ത് കൂടെ അതിൻ്റെ റെസിപ്റ്റ് ഇതുപോലെ പുറത്തു വരുന്നതാണ്. അത് നമുക്ക് കീറി എടുക്കാവുന്നതാണ്. അങ്ങനെ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിക്കുകയും റെസിപ്റ്റ് ഇതുപോലെ പുറത്തേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ക്രീനിൽ റിമൂവ് കാർഡ് എന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനിപ്പോൾ ആർക്കാണോ ക്യാഷ് അയച്ചത് അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് മിനി ATMലൂടെ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.